ഇന്ന് നമുക്ക് ചക്കക്കുരു മാങ്ങയും വെച്ചിട്ട് നല്ലൊരു അടിപൊളി കറി ഉണ്ടാക്കിയാലോ. ഇറച്ചിക്കറി മീൻകറി ഒക്കെ മാറ്റി വെക്കും ഇതിൻ്റെ മുമ്പിൽ. അത്രക്ക് നല്ല ടേസ്റ്റുമാണ്. ഇത് പഴയ കാലത്തൊക്കെ അമ്മമാരുണ്ടാക്കിയത് നല്ലൊരു അടിപൊളി കറിയാണ്. ഇതിൻ്റെ ഒന്നും മിസ്സാകാതിരിക്കാൻ വേണ്ടി നിങ്ങൾ വീഡിയോ ഒന്ന് മുഴുവനായിട്ട് സ്കിപ്പ് ചെയ്യാതെ ഒന്ന് കാണുക. വീഡിയോ ഇഷ്ടമായി എല്ലാവരും വീഡിയോക്ക് ഒന്ന് ലൈക്ക് ചെയ്യാൻ ഒന്നും മറന്നു പോയത് കേട്ടോ. ഇപ്പം ഇങ്ങനെ ഉണ്ടാക്കുന്നത് കണ്ടു നോക്കിയാലോ. വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ അതിന് നമുക്ക് വേണ്ടത് ചക്കക്കുരും മാങ്ങ തന്നെയാണ്. ഞാൻ കുറച്ച് ചക്കക്കുരു എടുത്ത് അതിൻ്റെ മേലത്തെ പോള മാത്രം കളഞ്ഞിട്ട് ബ്രൗൺ തൊലിയൊന്നും കളഞ്ഞിട്ടില്ല കേട്ടോ. ബ്രൗൺ തൊലിയിലൊക്കെ ഒരുപാട് ആരോഗ്യ ഗുണങ്ങളുണ്ട് പറഞ്ഞിട്ട് അതൊന്നും ഞാൻ കളഞ്ഞിട്ടില്ല. നിങ്ങളും കളയണ്ട കേട്ടോ. ഇത് നമുക്ക് ക്യാൻസറിനെ ചെറുക്കാനടക്കം പറ്റുമെന്നാണ് പറയണത്, പഠനങ്ങളൊക്കെ പറയണത്. പിന്നെ ഇത് ഹീമോഗ്ലോബിൻ കൂടാനും അനീമിയൊക്കെ ഉള്ളവർക്കൊക്കെ കഴിക്കാൻ പറ്റുന്ന നല്ലൊരു അടിപൊളി ഫുഡ് തന്നെയാണ് ചക്കക്കുരു. അപ്പോൾ ഞാനിത് ഫ്രിഡ്ജിൽ വെച്ച ചക്കക്കുരുയാണ് കേട്ടോ. 2-3-4 മാസം മുന്നേ ഫ്രിഡ്ജിൽ വെച്ചിരുന്ന ചക്കക്കുരുവാണ്. ഒരു കേടും വന്നിട്ടില്ല. കുറച്ച് ചക്കക്കുരു എടുത്തതിന് മേലത്തെ തോലൊക്കെ കളഞ്ഞതിന് ശേഷം രണ്ടാക്കി പൊളിച്ചിട്ടുണ്ട് ഞാൻ ചാറ് വെക്കുമ്പോൾ ഞാൻ രണ്ടാക്കിയിട്ട് തന്നെ പൊളിക്കുക. പിന്നെ അതിലേക്ക് ഒരു കൂട് വെളുത്തുള്ളി ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതിലേക്ക് ഞാൻ ചെറിയൊരു വലിയ ഉള്ളിയാണ്. ചെറിയ ഉള്ളിയാണ് നിങ്ങൾ എടുക്കണമെന്ന് പറഞ്ഞാൽ ഒരു 5-6 ചെറിയ ഉള്ളി എടുത്താൽ മതി. പിന്നെ അതിലേക്ക് ഞാൻ ഒരു തക്കാളി ഞാൻ എടുത്തിട്ടുണ്ട്. ഒരുപാട് വലിയ തക്കാളി എന്നല്ല, ഒരു മീഡിയം സൈസ് തക്കാളിയാണ്. പിന്നെ അതിലേക്ക് നമുക്ക് വേകാൻ ആവശ്യമായിട്ടുള്ള കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കുക. ചക്കക്കുരുവിൻ്റെ ഒപ്പം നിൽക്കണ പോലെ വെള്ളം ഒഴിക്കണം. കൂടുതൽ ഒഴിക്കരുത്, കുറവ് ഒഴിക്കരുത്. ചക്കക്കുരു നല്ല വേവുള്ളതാണ്, അപ്പം കുറച്ച് വെള്ളം വേണം അതിൽ. പിന്നെ അതിലേക്ക് ഞാൻ 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുണ്ട്. നിങ്ങൾ ചട്ടിയിലാണ് വേവിക്കുന്നത് വെച്ചാൽ ചട്ടിയിൽ വേവിച്ചോളട്ടെ. ഞാനിത് കുക്കറിലാണ് വേവിക്കുന്നത് മാത്രം. കുക്കറിലാകുമ്പോൾ കുറച്ച് പെട്ടെന്ന് 2 വിസിലും കൊണ്ട് വെന്ത് കിട്ടുമല്ലോ. വെള്ളം ഒഴിച്ചിട്ട് ഞാനതിൽ ഉപ്പ് ഇടുന്നില്ല. ഉപ്പ് വെന്തതിന് ശേഷം ഞാൻ ഇടണുള്ളൂ. എന്നിട്ട് കുക്കർ അടച്ച് വെച്ചതിന് ശേഷം ഒരു വിസിൽ ഹൈ ഫ്ലെയിമിൽ 1 വിസിൽ അടുപ്പിക്കുന്നുണ്ട്. എന്നിട്ട് ഏറ്റവും മീഡിയം ടു ലോ ഫ്ലെയിമിലിട്ടിട്ട് 2 വിസിൽ അടുപ്പിക്കുന്നുണ്ട്. അങ്ങനെ 3 വിസിൽ ഞാൻ അടുപ്പിക്കുന്നുണ്ട്. അപ്പോൾ അത് വിസിലൊക്കെ വന്ന് ഞാൻ ഫ്ലെയിം ഓഫാക്കിയിട്ടിട്ട് ഇനി നമുക്ക് അതിലേക്ക് അതിൻ്റെ വിസിലൊക്കെ എയറൊക്കെ പോണതിൻ്റെ സമയം കൊണ്ട് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് റെഡിയാക്കി എടുക്കുക. അതിലേക്ക് ഞാൻ കുറച്ച് തേങ്ങ എടുത്തിട്ട് ഒരു 2-3 സ്പൂണ് അല്ലെങ്കിൽ ഒരു 2 പിടി, ഒരു മുറിൻ്റെ പകുതി എടുത്തിട്ടുള്ളൂ. ഒരു തേങ്ങൻ്റെ 1/4 ഭാഗം നിങ്ങൾക്ക് ആവശ്യമുള്ള എടുക്കുക കേട്ടോ. പിന്നെ അതിലേക്ക് ഞാൻ ചെറിയ തേങ്ങ ഇട്ട് ഒരു 2-3-4 ചെറിയ ഉള്ളി ഇട്ട് 1/2 ടീസ്പൂണ് ചെറിയ ജീരകം ഇട്ടിട്ടുണ്ട്. ചെറിയ ജീരകം മസ്റ്റായിട്ട് ഇടുക. ചെറിയ ജീരകം, വെളുത്തുള്ളി. ചക്കക്കുരു ഗ്യാസിൻ്റെ പ്രശ്നം ചിലവർക്ക് ഉണ്ടാകും. അപ്പോൾ അതുകൊണ്ടാണ് വെളുത്തുള്ളിയും ചെറിയ ജീരകവും കൂട്ടുന്നത്. എന്നിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നല്ല ഫൈനാക്കിയിട്ട് നമുക്കത് അരച്ചെടുത്ത് അത് മാറ്റി വെക്കാം. അതിന് ശേഷം ഞാനതിലേക്ക് ഒരു മാങ്ങ നല്ലപോലെ തോലൊക്കെ ചെത്തിയതിന് ശേഷം 4 പച്ചമുളക് ഇട്ടിട്ട്, എരിവിന് ആവശ്യമായിട്ടുള്ള ഞാൻ പച്ചമുളകാണ് ഇടുന്നത്, മുളക് പൊടിയല്ല. പച്ചമുളക് ഇട്ടിട്ട് അതിലേക്ക് ഉപ്പ് ഇട്ടിട്ട് നമ്മൾ വേകാൻ വേണ്ടി മാറ്റി വെക്കുന്നത്. ഞാൻ മാങ്ങയിൽ ഉപ്പ് ഇട്ടിട്ടുണ്ട് കേട്ടോ. ചാറിന് വേണ്ടിയിട്ടുള്ള എല്ലാ ഉപ്പും ഞാൻ മാങ്ങയിലേക്കാണ് ഇട്ടിരിക്കുന്നത്. മാങ്ങ അവിടെ ഹൈ ഫ്ലെയിമിൽ വെച്ച് തിളച്ചതിന് ശേഷം മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ച് നമുക്കൊന്ന് വേവിച്ചെടുക്കാം. മൺചട്ടി ആയതുകൊണ്ട് നല്ല ചൂടുണ്ടാകും. അപ്പോൾ അത് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേവിച്ചെടുത്താൽ മതി. അപ്പോഴേക്കും ഇതാ നമ്മുടെ ചക്കക്കുരുവൊക്കെ നല്ലപോലെ പ്രഷറൊക്കെ പോയതിന് ശേഷം ഞാനിതാ കുക്കർ തുറന്നിട്ട് നോക്കിയപ്പോൾ ചക്കക്കുരുവൊക്കെ നല്ലപോലെ വെന്തിരിക്കും കേട്ടോ. ഞാൻ മുമ്പേ ചക്കക്കുരു സ്റ്റോർ ചെയ്യുന്ന ഒരു വീഡിയോ ഇട്ടപ്പോൾ അതിൽ ഇങ്ങനെ ഫ്രിഡ്ജിൽ വെച്ചാൽ വേകുമോ എന്നുള്ളൊരു കൂട്ടുകാർ ചോദിച്ചിട്ടുണ്ടായിരുന്നു. വേഗം കേട്ടോ, ഒരു കുഴപ്പമില്ല. നല്ലപോലെ തന്നെ വെന്തും കിട്ടും. ഒരു കുരു പോലും കേടുവന്ന് പോവില്ല. അപ്പോൾ അതാ നമ്മുടെ മാങ്ങയും വെന്ത് കഴിഞ്ഞിട്ടുണ്ട്. നല്ലപോലെ വെന്തിട്ടുണ്ട്. ഞാൻ മീഡിയം ടു ലോ ഫ്ലെയിമിലിട്ടിട്ടാണ് മാങ്ങ വേവിച്ചിരിക്കുന്നത്. അതിന് ശേഷം ഞാനിതാ കുക്കറിലത്തെ ചക്കക്കുരു മുഴുവനായിട്ട് മാങ്ങയിലേക്ക് ഒഴിക്കുന്നുണ്ട്. നമ്മൾ ചക്കക്കുരുവിൻ്റെ ഒപ്പം ഉപ്പ് ഇട്ടിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ അത് കല്ലിക്കും. അതുകൊണ്ടാണ് ഞാൻ ഉപ്പിടാതെ ചെയ്യുന്നത്. നിങ്ങൾക്ക് അങ്ങനെ പ്രശ്നമൊന്നും ഇല്ലെങ്കിൽ ഉപ്പിടാട്ടോ. അപ്പോൾ ഞാൻ ചാറിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പൊക്കെ മാങ്ങയിലേക്ക് തന്നെ വേവിക്കുമ്പോട്ടുണ്ട്. ഇനിയിപ്പോൾ അതിൻ്റെ ഉപ്പ് പോരാന്ന് തോന്നുകയാണെങ്കിൽ മാത്രം ഉപ്പിട്ട് കൊടുത്താൽ മതി. ഇതിലിപ്പോൾ എല്ലാം കറക്റ്റാണ്. ചക്കക്കുരു നല്ലപോലെ വെന്തിട്ടുണ്ട്. മാങ്ങയും നല്ലപോലെ വെന്തിട്ടുണ്ട്. ഞാൻ മാങ്ങ ചക്കക്കുരുവിൻ്റെ ഒപ്പം കുക്കറിൽ ഇടാതിരുന്നത് നമ്മുടെ മാങ്ങ നല്ലപോലെ വെന്ത് ഉടഞ്ഞു പോകും. അങ്ങനെ ഉടയാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ കുക്കറിൽ ഇടാതിരുന്നത്. പിന്നെ ചക്കക്കുരു കൊട്ടിയതിന് ശേഷം നല്ലപോലെ ഇളക്കിയിട്ട് ഞാൻ മൂടി വെച്ചിട്ട് ഞാൻ ഹൈ ഫ്ലെയിമിൽ തന്നെ ഇട്ടിരിക്കുന്നത്. നല്ലപോലെ തിളച്ച് വന്നിട്ടുണ്ട്. ഈ സമയം നിങ്ങൾക്ക് എൻ്റെ വീഡിയോ കണ്ടിട്ട് ഇഷ്ടമാകുകയാണെങ്കിൽ എല്ലാവരും വീഡിയോക്ക് ഒന്ന് ലൈക്ക് ചെയ്യാനും
സബ്സ്ക്രൈബ് ചെയ്യാതെ പുതിയ കൂട്ടുകാർ ആരെങ്കിലും ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും കൂടി ഒന്നും മറന്നു പോകരുത് കേട്ടോ. ഇത് നല്ലപോലെ ചാറ് നല്ലപോലെ തിളച്ചതിന് ശേഷം ഞാനതിലേക്ക് നമ്മൾ അരച്ച് വെച്ച തേങ്ങ മുഴുവനായിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇത് നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ട് കുറച്ച് നേരം കഴിയുമ്പോഴേക്കും നല്ല കുറുകി വരുന്ന ചാറാണ്. അപ്പോൾ നിങ്ങൾക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചിട്ട് ചാറുണ്ടാക്കി വെക്കട്ടെ. ഞാൻ ഒരുപാട് ചാറൊന്നും ആക്കുന്നില്ല, ഒരുപാട് കുറുകിയിട്ടുമല്ല, ഒരു മീഡിയം സൈസ് പോലെയാണ് ഞാൻ ആക്കിയെടുക്കുന്നത്. ഒരു അടിപൊളി കറിയാണ് ഇത്. പണ്ടൊക്കെ എല്ലാ വീട്ടിലും എല്ലാ അമ്മമാരും ഉണ്ടാക്കിയിരുന്ന ചാറ് തന്നെയാണിത്. പിന്നെ ആവശ്യത്തിന് മിക്സി കഴുകിയിട്ട് ഞാൻ കുറച്ച് വെള്ളം കൂടി ഒഴിക്കുന്നുണ്ട്. ഇതുപോലെ നിങ്ങൾ ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് ചെയ്ത് നോക്കിട്ടോ. ഒരിക്കലും ഉണ്ടാക്കിയാൽ പിന്നെ ഒരു ചക്കക്കുരു പോലും ഇനി ആരും കളയില്ല. അപ്പോൾ അത് നമ്മൾ തേങ്ങയൊക്കെ ഒഴിച്ച് നല്ലപോലെ തിള വന്നിട്ടുണ്ട്. മീഡിയം ഫ്ലെയിമിലിട്ട് നല്ലപോലെ തിളയൊക്കെ വന്നിട്ടുണ്ട്. തിള വന്നതിന് ശേഷം പിന്നെ തുറന്നിട്ട് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക. നല്ലപോലെ തിളച്ച് ചളുപിളേനെ തിളയ്ക്കാൻ വിടരുത്. തിള വരുന്ന സമയത്തിന് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക. എൻ്റെ വീഡിയോ കണ്ടിട്ട് എന്നെ സപ്പോർട്ട് ചെയ്തതിൻ്റെ എല്ലാ കൂട്ടുകാരനെ കൊണ്ട് ഒരുപാട് നന്ദിയുണ്ട് കേട്ടോ. തുടർന്ന് നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടാകണം. ഞാൻ അതിൻ്റെ മുമ്പിൽ ഒരുപാട് നല്ല നല്ല നാടൻ റെസിപ്പീസും ബിരിയാണീസും പിന്നെ എന്തെങ്കിലും പാർട്ടികൾക്കൊക്കെ ഉണ്ടാക്കാൻ പറ്റുന്ന നല്ല അടിപൊളി ബിരിയാണിയും സാധനങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ടുള്ള ഒരു വീഡിയോ ഒക്കെ ഞാൻ ഇട്ടിട്ടുണ്ട്. കാണാൻ താല്പര്യമുള്ളവരൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് കണ്ടു നോക്കുക. പിന്നെ നമുക്കിനി ഇതിലേക്ക് ഒരു വറവ് ഇടണം. അതിന് ഞാൻ ചട്ടി വെച്ചിട്ട് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. വെളിച്ചെണ്ണ തന്നെ ഒഴിക്കുക കേട്ടോ. നാടൻ കറിയാകുമ്പോൾ വെളിച്ചെണ്ണയിൽ ചെയ്യുമ്പോഴാണ് കൂടുതൽ ടേസ്റ്റ്. വെളിച്ചെണ്ണ ഒഴിച്ച് നല്ലപോലെ ചൂടായതിന് ശേഷം കടുകിട്ട് പൊട്ടി അതിലേക്ക് ഞാൻ കുറച്ച് ചെറിയ ഉള്ളി വട്ടത്തിലരിഞ്ഞതും കറിവേപ്പിലയും 2 മുളക് ചാച്ചതും ഇട്ടിട്ടുണ്ട്. പിന്നെ നോക്കിയപ്പോൾ ചാറിന് എരിവ് പോരായിരുന്നു. അപ്പോൾ ഞാൻ അതിലേക്ക് കുറച്ച് മുളക് പൊടി ഇട്ടിട്ട് എണ്ണയിലിട്ടിട്ട് കൊടുത്തിട്ടുണ്ട്. എണ്ണയിലിട്ട് മുളക് പൊടി ഒന്ന് എണ്ണയിലിട്ട് വണക്കുമ്പോൾ അതിൻ്റെ പച്ചച്ചുവ എന്നുകൊണ്ട് പോയിക്കോട്ടെ. ഞാൻ 4 പച്ചമുളകൊക്കെ ഇട്ടിരുന്നു. അപ്പോൾ നോക്കുമ്പോൾ ചാറ് കൂട്ടി നോക്കിയപ്പോൾ അതിൽ എരിവ് പോരാ. അപ്പോൾ ഞാൻ കുറച്ച് മുളക് പൊടി അതിലിട്ടുണ്ട്. പിന്നെ നമ്മുടെ താളിപ്പും കൂടി ഇങ്ങോട്ട് ഒഴിച്ചിട്ടുണ്ട്. പറഞ്ഞാൽ എൻ്റെ പൊന്നും എന്തോരം മണമാണ് അറിയാം. അടിപൊളി ടേസ്റ്റ് വരുന്നു. ഇത്ര നേരം എൻ്റെ വീഡിയോ കണ്ട് എന്നെ സപ്പോർട്ട് ചെയ്തതിൻ്റെ എല്ലാ കൂട്ടുകാരനെ കൊണ്ടും ഒരുപാട് നന്ദി. ഇൻഷാ അല്ലാഹ് അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ അസ്സലാമു അലൈക്കും. ബൈ. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഒന്ന് അയച്ചു കൊടുത്ത് നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്യുക. നിങ്ങൾ ഇതേപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കുന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഫീഡ്ബാക്ക് എന്തായാലും താഴെ കമൻറ്റ് ബോക്സിൽ അറിയിപ്പിക്കുക. പിന്നെ നമ്മൾ താളിപ്പൊക്കെ ഒഴിച്ചതിന് ശേഷം പെട്ടെന്ന് തന്നെ മൂടി വയ്ക്കുക. അല്ലെങ്കിൽ അതിൻ്റെ ഫ്ലേവർ മുഴുവൻ പോകുള്ളൂ. കുറച്ച് നേരം മൂടിയിട്ടിരിക്കുമ്പോൾ നമ്മുടെ ചാറിലേക്ക് അതിൻ്റെ ഫ്ലേവർ മുഴുവൻ ഇറങ്ങിയിട്ട് നല്ല അടിപൊളി മണം ഉണ്ടാവും കേട്ടോ. ചാറിന് നല്ല ടേസ്റ്റ് വേണം. ഇത് കുറച്ച് നേരം കഴിഞ്ഞിട്ട് ഞാൻ തുറന്നിട്ടുണ്ട്. നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയില്ല അടിപൊളി ചാറാണെന്ന്. ഇറച്ചിക്കറി മീൻ കറിയൊക്കെ മാറ്റി വെക്കും കേട്ടോ. അത്രയ്ക്ക് നല്ല ടേസ്റ്റും ഉണ്ടായിരുന്നു. ഇത് നല്ലപോലെ ഒന്ന് ഇളക്കിയിട്ട് നമുക്ക് ഇനി വിളമ്പി എടുക്കാവുന്നതാണ്. നിങ്ങൾ ഇനി ചക്കക്കുരു മാങ്ങയൊക്കെ കിട്ടുമ്പോൾ ഒന്ന് ഉണ്ടാക്കി നോക്കിയിട്ടോ. ഉണ്ടാക്കി നോക്കിയിട്ട് അതിൻ്റെ ഫീഡ്ബാക്ക് അറിയിപ്പിക്കും. വീഡിയോ ഇഷ്ടമായി എല്ലാവരും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാതെ കണ്ട പുതിയ കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനൊന്നും മറന്നു പോയത്. അപ്പോൾ ഓക്കെ, താങ്ക് യു. ഇത്ര നേരം വീഡിയോ കണ്ട എല്ലാവരിനെ കൂടെ ഒരുപാട് നന്ദി. ഇൻഷാ അല്ലാഹ് ഇനി അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ അസ്സലാമു അലൈക്കും. ബൈ. ചക്കക്കുരൊക്കെ നല്ലപോലെ വെന്തിട്ടുണ്ട്. മാങ്ങയും നല്ലപോലെ വെന്തിട്ടുണ്ട്. അടിപൊളി ടേസ്റ്റ് വന്നിട്ട് കുറുന്നനാണ് ചാറുണ്ടായിരിക്കുന്നത്. നമ്മൾ എത്ര വെച്ചാലും കുറച്ച് ഇരിക്കുമ്പോൾ അത് കുറുന്നനായി വരും. അപ്പോൾ